പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഇടുക്കിക്കാരൻ ബിജു. ഞാൻ ഇന്നൊരു പുതിയ യാത്രയിലേക്കാണ്. തോപ്രാംകുടിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരം, തങ്കമണിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരം, കാൽവരി മൗണ്ട് എന്ന് പറയും. കട്ടപ്പനയിൽ നിന്നാണെങ്കിൽ അത് ആ സ്ഥലത്തേക്ക് എത്താൻ 16 കിലോമീറ്ററും, ചെറുതോണിക്കാണെങ്കിൽ 13 കിലോമീറ്ററും, തോപ്രാംകുടിക്ക് 15 കിലോമീറ്റർ. അപ്പോൾ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, നല്ലൊരു പ്ലേസാണ്. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി വന്നു പോകുന്നൊരു സ്ഥലമാണ്. പിന്നെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നല്ല ഫെസിലിറ്റിയിലാണ് ഇവിടുത്തെ സ്റ്റേ എല്ലാം തന്നെ. ഇപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഒരു 2 ദിവസം വന്ന് തങ്ങാനും, ഫാമിലിയോടെ വന്നാൽ ഒരു മൈൻഡ് ഫ്രഷായിട്ട് നമുക്ക് തിരിച്ചു പോകാൻ നല്ലൊരു ഫീലിങ്ങാണ്. അപ്പോൾ ഞാൻ ഇതാണ്, തങ്കമണിയിൽ നിന്നും കാൽവരി മൗണ്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല ഗ്രീനറിയാണ് രണ്ട് സൈഡും. ഒരുവിധം നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ സ്ഥലം, നല്ല ഹൈറ്റാണ്. അപ്പം തങ്കമണി എന്ന് പറയുന്നത് താഴുന്ന ഭാഗവും, ഈ കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് ഒത്തിരി ഹൈറ്റിലാണ് ഈ സ്ഥലം. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡെന്ന് പറയുന്നത് വലത് സൈഡെല്ലാം ചെറിയ ചെറിയ ഏലത്തോട്ടങ്ങളൊക്കെ, ടീ എസ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അത് ചെറിയ ചെറിയ തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റുമേ. ഇതാണ് നേച്ചേഴ്സ് ബ്യൂട്ടി. കാരണം നമ്മൾ പോകുന്ന വഴി സൈഡിൽ തന്നെ കോട്ടേജുകളുണ്ട്. നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള, പല റേഞ്ചുകളുണ്ട് കേട്ടോ. 1500 രൂപ, 2000, ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനുള്ളതാണ് 3000, 3500 അങ്ങനെ. നമ്മുടെ ആവശ്യാനുസരണം നല്ല ഫെസിലിറ്റി, ഫുഡ് കൂടെയുള്ള ഹെറിറ്റേജുകളുണ്ട്, പിന്നെ അല്ലാത്തതുമുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയി കഴിക്കുന്നതിനൊന്നും അവിടെ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാലേ നമ്മളവിടെ എത്തുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ, ആ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. ഞാൻ ഇടുക്കിക്കാരനായതുകൊണ്ട് പറയാമല്ല, ഞാൻ 15 കിലോ, ഞാനിപ്പം ഇങ്ങനെ ഇവിടെ ഇത്ര അടുത്താണെങ്കിൽ ഞാൻ അധികം പ്രാവശ്യം ഒന്നും പോയിട്ടില്ല. ഇത് എൻ്റെ 3rd ടൈമാണ് ഐ എം ഗോയിങ് ദ. അപ്പോൾ പക്ഷേ ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ കണ്ണ് തള്ളിപ്പോയി. കാരണം നിങ്ങളെ ഞാൻ ആ ക്രൗഡ് കാണിക്കാവേ. കാരണം ആയിരക്കണക്കിന് ആൾക്കാർ അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ അതിനോട് എത്താറായി. അപ്പം ആ എത്തുന്ന വഴി നമ്മുടെ തങ്കമണിയിൽ നിന്നും സ്ഥലത്തേക്ക് എത്തുന്ന, മെയിൻ റോഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് അവിടുത്തെ കാൽവരി മൗണ്ട് ചർച്ച്. ഒരുവിധം നല്ല ഭംഗിയുള്ളൊരു ചർച്ചാണ്. ചർച്ച കഴിഞ്ഞാൽ പിന്നെ അധികം താമസിക്കാതെ തന്നെ നമ്മൾ സ്പോട്ടിലെത്തും.
നമ്മൾ ഈ റോഡ് എത്തുന്നത് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വരുന്ന ഹൈവേ ആണ്, ചെറുതോണിക്ക് പോകുന്ന ഹൈവേ. അവിടെ നിന്ന് തൊടുപുഴ വഴി മെയിൻ ഹൈവേയിലേക്ക് നമ്മൾ കയറുവാണ്. കയറിയ ശേഷം നമ്മൾ വലത് തിരിയുന്നു. വലത് തിരിഞ്ഞതിന് ശേഷം കണ്ടോ, ഇത് നമ്മൾ ചെറുതോണിക്ക് പോകുന്ന ബസ്. അവിടുന്ന് ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇടത് കയറി ലെഫ്റ്റ് തിരിഞ്ഞ മുകളിലേക്ക് പോകണം. കണ്ടോ ഞാൻ പറഞ്ഞ ക്രൗഡ് കണ്ടോ എന്താ പക്ഷേ വണ്ടി കാർ ഓടിച്ചുകൊണ്ട് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രമാത്രം തിരക്കായത്. ഞങ്ങളെല്ലാം എടുത്തിട്ടില്ല വീഡിയോ, എന്നാലും ഞാൻ ഏകദേശം നമ്മൾ അധികം താമസിക്കാതെ തന്നെ നമ്മളെത്തും. ഇത് ഇവർ ബസ്സിന് വന്നതുകൊണ്ടേ അപ്പോൾ താഴെ മെയിൻ റോഡിൽ ഇട്ടിട്ട് അവർ നടന്ന് പോവുക ചെയ്യുന്നത്. പക്ഷേ ഏകദേശം 2 ടൂറിസ്റ്റ് ബസ് ഞാൻ കണ്ടു. അപ്പം അതായത് ഞാൻ പറഞ്ഞില്ലേ ഹൈവേ അവിടെ നിർത്തി ഇട്ടിരിക്കുക. പിന്നെ ഏതോ സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരാണെന്ന് തോന്നുന്നു, പിള്ളേരും ടീച്ചേഴ്സുമാണ്. അപ്പോൾ അവർ ഇതാണ് ആ കവാടവേ എൻട്രൻസ്. അപ്പോൾ റൈറ്റ് സൈഡ് എന്നാൽ തന്നെ നമ്മൾ എൻട്രൻസ് ഫീസ് കെട്ടണം. ഒരാൾക്ക് 25 രൂപ ആണ് ഇവിടുത്തെ നിരക്ക്. കണ്ടോ, ഇതൊക്കെ കോട്ടേജസുകളാണ് ഈ കാണുന്നത്. ഇവിടെ റേറ്റ് കുറവാണ്. അതായത് നമുക്ക് ഇപ്പം പല റേഞ്ചിലുള്ള കോട്ടേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി കണ്ടോ. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് വലത്തേക്ക് പോയപ്പം ഉള്ള വ്യൂ ഞാൻ കാണിക്കുന്നത്. ഇത് ഫോട്ടോയിൽ ഇത്രയും ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ നേരിട്ട് ചെന്ന് കഴിയുമ്പം ആ ഒരു ഫീലിങ്ങേ ഡിഫറെൻ്റാണ്. ശരിക്കും നമുക്കിവിടെ എല്ലാം നടന്ന്, അതായത് നമുക്ക് കയറി ഇറങ്ങി നടക്കാൻ മേലാത്ത സ്ഥലമില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ വയനാട്ടിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞാലേ ഇത് ഫീലിംഗ് കിട്ടുമായിരിക്കും. പക്ഷേ അവിടെ നമ്മൾക്ക് പേടിക്കണം, കാരണം കാട്ടുമൃഗങ്ങളുടെ ശല്യം അങ്ങനെ ഇങ്ങനെ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. കാരണം രാത്രിയാണേലും പകലാണേലും ഏത് സമയത്തും നമുക്ക് കയറിയാണെങ്കിൽ, കാരണം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലേറ്റായിട്ടൊക്കെ 8:30 ഒക്കെ ആകുമ്പോഴത്തേനെ നമുക്കങ്ങനെ. പക്ഷേ ആ സമയം മഞ്ഞ് നല്ലപോലെ ഇറങ്ങും. ഇപ്പോൾ ഒരു 4 മണി സമയമാണ് ഞങ്ങളവിടെ എത്തിയ സമയം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല, സൂര്യപ്രകാശമുണ്ട്. കണ്ടോ, ഇത് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കിടക്കുന്നത്. കണ്ടോ, ചുറ്റിനും അങ്ങ് എതിർവശവും അങ്ങ് 2 വശവും വനമാണ്. പിന്നെ ഈ വിവാഹ ഷൂട്ടിങ്ങിനുമൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ട്. അതിന് പെർമിഷൻ മേടിക്കണം, പക്ഷേ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, അത് ഒരു വലിയ ഹെറിറ്റേജാണ്, വലിയൊരു അത് ഹോട്ടലോട് കൂടി തന്നെ സ്റ്റേ ഉള്ള സംവിധാനം. അതായത് ഇടുക്കിയുടെ സ്വർഗം എന്നൊക്കെയാണ് ഈ പ്രദേശത്തെ പറ്റി പറയപ്പെടുന്നത്. പിന്നെ മകേഷിൻ്റെ പ്രതികാരം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിപ്പം ഞാൻ കയറിയതില്ല, അതാണ് അവിടെയുള്ള ഹോട്ടല്. അതായത് ഗവൺമെൻറ്റിൻ്റെ തന്നെയാണത്, കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ. നമ്മൾ അവിടെ ആവശ്യാനുസരണം അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം പോയതുകൊണ്ട് അവിടെ സ്നാക്സ്, കോഫി, ടീ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. ഇപ്പം നിങ്ങളവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കവിടെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഫോണിലൂടെ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് ക്യാരി ചെയ്യുകയാണെങ്കിൽ അത് നല്ലത്.
ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് വെച്ചാൽ അവിടെ അവർ ഫുഡ് എത്തിക്കുന്നതായിരിക്കും. ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോടടുത്തു. പതിയെ 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 കണ്ടോ മഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ക്ലീൻ ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പം ഇതുകൊണ്ട് ഇങ്ങനെയുള്ള പുൽപ്രദേശങ്ങളിലൂടെ ഞങ്ങൾ കുറേ ദൂരം നടന്നു കേട്ടോ. താഴെ ബോട്ട് കാണാം. താഴെ അത് ഗവൺമെൻറ്റിനെയാണ്. അവർ ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന 2 ബോട്ടുകളുണ്ട് താഴെ. ഇത് പബ്ലിക്കിന് അലൗഡല്ല. കണ്ടോ മലകളുടെ വീട്ടിൽ നിന്ന് കുളിർമ നൽകുന്ന ഫീലിംഗ്. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഈ പുതിയ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക്. പിന്നെ ഇത് നമ്മൾ അതായത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ സമയത്ത് കുരിശുമല കയറുന്ന സ്ഥലം കൂടെയാണ് ഇത്. ഇത് കണ്ടോ, അതായത് ഈ കുന്നിൻ്റെ ചെരുവ് ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ടീ എസ്റ്റേറ്റാണ്. അതായത് ഈ ഇടുക്കി രൂപതയുടെ തന്നെ അണ്ടറിലുള്ള ഒരു ടീ എസ്റ്റേറ്റും ഫാക്ടറി എല്ലാം ഉള്ളതാണ്. കണ്ടോ ഗ്രീനറി, ഇതാണ് ടീ എസ്റ്റേറ്റിൻ്റെ ഭാഗം കാണാം നിങ്ങൾക്ക്. അപ്പോൾ താഴെ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ സിറ്റി കണ്ടോ, ടീ എസ്റ്റേറ്റ്, ടീ ഫാക്ടറി, ചർച്ച്, ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഹോട്ടൽ ഫെസിലിറ്റി നല്ലതാണ്, നല്ല ഫുഡാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് തിരിച്ചു പോവുകയാണ്. ഏകദേശം ഒരു 6-6:30 സമയം. അപ്പോൾ ഗൈസ്, വി ആർ ഗോയിങ് ബാക്ക് ടു അവർ തോപ്രാംകുടി. അപ്പോൾ നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടം വരെ, അതായത് മെയിൻ റോഡ് എത്തുന്നിടം വരെയുള്ള സ്ഥലമേ. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ കേരളത്തിലുള്ളവരെല്ലാം തന്നെ കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമാണെന്നേ ഞാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് പോലെ ത്രെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെയില്ല. ഗവൺമെൻറ്റിൻ്റെ സെറ്റപ്പാണ് മൊത്തം. കണ്ടോ, നമുക്ക് നൈറ്റ് സ്റ്റേ, അതൊരു ഹോട്ടലാണ്, സ്റ്റേ, ഹോം സ്റ്റേ ഉള്ള സംവിധാനം. നല്ല ഫീലിംഗാണ് കണ്ടോ. കണ്ട ആൾക്കാരൊക്കെ തിരിച്ചു പോകുന്നു.
അപ്പോൾ പ്രേക്ഷകരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക.